ഹലോ എടാ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, പണ്ടാറ മിസ്സിംഗ് ആണ്. എടാ നീ കളിക്കാൻ നിൽക്കല്ലേ, 11 മണിക്കാ മൂപ്പരായിട്ടുള്ള മീറ്റിംഗ്. അറിയാലോ പാർട്ടിക്കാരാണ്, നിന്റെ കളിക്കൊന്നും ആരെ കിട്ടൂല. അതറിയാം മോനെ, അതല്ല സസ്പെൻഷനിലായതുകൊണ്ടാണോ? ഇപ്പൊ സാറുകളി ഒന്നും ഇല്ലല്ലോ. അതാണ് കൊടുത്ത വിഷയം സാറേ. അതല്ല, നീ ഒരു കാര്യം ചെയ്യും, നീ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യും, ഞാൻ ഒന്ന് പിക്ക് ചെയ്യാം. വേണ്ട, ഞാൻ ബസ് കയറി വന്നോളാം. 11 മണിക്കല്ലേ, 9:30 ആണല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട്. നീ എന്തെങ്കിലും കാണിക്കും, പെട്ടെന്ന് എത്താൻ നോക്കും. ഓക്കെ സാറേ, വന്നോളാം. ഞാൻ വണ്ടി പൊട്ടിക്കുകയാണ്. അടുത്ത വഴിക്ക് ഞാൻ എല്ലാവരും ഒന്ന് കാണും. നീ ഇവിടെ വരെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? പൊക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടി. എൻ്റെ അനിയനുണ്ടല്ലോ, അവൻ കുറച്ച് സീനാ. നീ എന്ത് വിചാരിച്ചേ? കുറച്ച് കാലം തന്നെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റുമോ? ഇവനെ തട്ടിയാലോ? ഇവനെയല്ല ഇവനെ, എന്നാലേ ഇവിടെ നോവും. പിന്നെ ഇവന്റെ കൊച്ചിന് ഇത് ശരിയാ, അതാവുമ്പോ വേദന കൂടും. എടാ നീയൊക്കെ ആരോടും കളിക്കാനൊക്കെ അറിയില്ല. അറിയാതെ CSRനോടല്ലേ? നമ്മൾ തമ്മിലല്ലേ പ്രശ്നം, അതിന് അവരെ വിട്, എന്നിട്ട് വാ. നീയും വേണം അവരും വേണം, ഇന്നാലോട് ഞാൻ അനുഭവിച്ച വേദന നിനക്കറിയാൻ പറ്റത്തുള്ളൂ. മാല പൊട്ടിക്കാനല്ലേ പ്രശ്നങ്ങളുണ്ടായേ? കൊച്ചിയൊന്നും ചെയ്യടാ. ചെറിയാതടാ, എവിടെടാ നിന്റെ പോലീസുകാരൊക്കെ? കുട്ടിനെ നോക്കിയാലോ? നീയൊക്കെ തീർന്നടാ, തീർന്നു. ഹലോ, കോളർ ഹിയർ. ഓക്കെ, കൗണ്ട് പ്ലീസ്. 1 2 3 5. Welcome back, sir. നീ ചോദിച്ചില്ലേ എൻ്റെ പോലീസുകാരെ എവിടെ നിന്ന്? ഇവരെൻ്റെ പോലീസുകാരെ മാത്രമല്ല, എൻ്റെ കൂടെ പിറപ്പുകളാ. പിന്നെ ഞാൻ സസ്പെൻഷനിലായ സമയത്ത് നിൻ്റെ കാര്യമൊക്കെ എനിക്ക് വിട്ടുപോയി, അതാ ഞാൻ ചെയ്തത് തെറ്റ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് ലഹരി തലക്ക് പിടിച്ച് ഒക്കത്തിന് ബോധം പോയി കിടക്കല്ലേ സാറേ? കുറച്ച് അകത്ത് കിടന്നു കഴിഞ്ഞാൽ ഈ സീനൊക്കെ ഇവന്മാരിന് പുറം ലോകം കാണിപ്പിക്കണ്ട. ഷൂട്ട് ടീം സാർ. പക്ഷെ ഒന്നും അവസാനിക്കണില്ല, ഇതിനൊക്കെ തുടങ്ങാനേ പോകണം. അവൻ പോറും, കണ്ടിപ്പാ പോറും. അപ്പടിയാ പാക്കലാം, നമ്മളിവിടെ തന്നെ കാണാം. ഇല്യാസ് പറഞ്ഞത് ശരിയാണ്, ഒന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല. എല്ലാത്തിൻ്റെയും തുടക്കമായിരിക്കും ഇത്. ഒരുപക്ഷെ
നമ്മളെ തേടി ഇനി ഒരുപാട് പേര് വന്നേക്കാം. ആരൊക്കെ വന്നാലും നേരിടാനുള്ള ചങ്കുറപ്പുണ്ട്. എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഇവരെ ഞാൻ സംരക്ഷിക്കും. കാരണം എനിക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ഇവരേ ഉള്ളൂ. അവർക്കും. പിന്നെ എല്ലാത്തിൻ്റെയും തുടക്കം ഒരു മാല പൊട്ടിക്കൽ നിന്നാണ്. അതെങ്ങനെ ഉണ്ടായെന്നും വൈകാതെ നിങ്ങൾ അറിയാം.